അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ പട്ടി പൂച്ച അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു വീടിനകത്ത് ഉദ്ദേശിച്ചത് അതിന് തീർച്ചയായിട്ടും ഉണ്ട്. പല കേസുകളും കണ്ടിട്ടുണ്ട് നമ്മൾ. വീടിനകത്ത് നമുക്ക് നമ്മുടെ ഈ ഇതുപോലത്തെ മൃഗങ്ങളെ വളർത്തുമൃഗങ്ങളെ നമുക്ക് വീടിൻ്റെ അകത്തല്ല, വീടിൻ്റെ പുറത്തായിട്ട് നമുക്ക് വളർത്താം, കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ വളർത്തുമൃഗങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങൾ അവർക്ക് കാണാം. ചില എനർജികൾ പോക്കുവരത്തുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ എനർജികൾ രാത്രി ഞങ്ങളോട് സഞ്ചരിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കത് കാണാൻ പറ്റും. ഇവരത് കണ്ടു കഴിയുമ്പോഴും ഇവർക്ക് ഭയങ്കരമായ ശബ്ദങ്ങൾ, ഓരിടൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓരിടലൊക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ എനർജീനെ കാണുമ്പോഴാണ്. അപ്പോൾ ചില വീടുകളിൽ ഈ ശക്തികൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഇവർ ശബ്ദം ഉണ്ടാകുമ്പോൾ അവരുടേതായ എനർജിയുടേതായ ഒരു പ്രശ്നം ഈ പട്ടികൾക്ക് വരികയും പട്ടികൾ ചത്തുപോവുകയും ചെയ്യും. ചില വീടുകളിൽ പട്ടി വാഴില്ല എന്ന് പറയും, പശു വാഴില്ല എന്ന് പറയും. ഇതേപോലെ 30 സ്ഥലങ്ങളിലാണ് ഇതേ സെയിം പ്രോബ്ലം. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഈ വളർത്തുമൃഗങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ വളർത്തുമൃഗങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവർ നമ്മുടെ വീടിനകത്ത് വന്നു കഴിയുമ്പോഴും ഇതേപോലുള്ള എന്തെങ്കിലും എനർജി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴും അത്തരം വീടുകളിലാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ ആ വീട്ടിലുള്ള ആളുകളുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കുന്നുണ്ട്. പട്ടികളുടെ ആരോഗ്യത്തിനെ മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളുള്ള വീടുകളിൽ നിങ്ങൾ കഴിവതും വളർത്തുമൃഗങ്ങളെ വീടിനകത്ത് നിർത്താതിരിക്കുന്നതാണ് നല്ലത്. അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും മാറിയിട്ട് നല്ല സ്ഥാനം നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇടാൻ കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് പറയുമ്പോൾ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. വളർത്തുമൃഗങ്ങളെ അവരെന്താണ്, ജീവികളല്ലേ, അവരെ നമുക്ക് നമ്മുടെ കൂടെയൊക്കെ എടുത്തണ്ടേ, നമ്മൾ ഇരുത്തണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. മൃഗസ്നേഹികളുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എനിക്കും മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ പട്ടി വന്നു കഴിഞ്ഞാൽ അതിനെ തലോടിക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. പക്ഷേ നമ്മളുടെ സ്പിരിച്വൽ പാതയിൽ ഇത്തരം കാര്യങ്ങൾ തടസ്സമാകാതെ നോക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ആരോഗ്യകരമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൊഴിയുന്ന രോമങ്ങൾ നമുക്ക് ആരോഗ്യകരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. ഭക്ഷണത്തിൽ കഴിഞ്ഞ് നമ്മുടെ കുടലിനകത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി അത് നമ്മളത് അവോയ്ഡ് ചെയ്യുക. അത്ര ആൾക്കാർ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നല്ലതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഓക്കെ, അത്രേ ഉള്ളൂ.